നരസിംഹം, പഞ്ചാബി ഹൗസ്, മതിലുകളോ, CID മ്യൂസിയം. ലാലേട്ടൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ആ ഒരു സീനാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സീൻ. റീ റിലീസുകളുടെ ഒരു കാലമാണല്ലേ. കഴിഞ്ഞ ദിവസം രാവണപ്രഭുവൊക്കെ തിയേറ്ററിൽ വന്നപ്പോൾ ഉണ്ടാക്കിയ ഓളം നമ്മൾ കണ്ടതാണ്. ചില സിനിമകൾ ടി വിയിൽ ഇങ്ങനെ കാണുമ്പോൾ ഇതൊന്ന് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്തായിരുന്നെങ്കിലെന്ന് നമ്മൾ ആലോചിക്കാറുണ്ടല്ലേ. അത്തരത്തിലുള്ള സിനിമകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് അന്വേഷിച്ചാലോ, ചോദിച്ചാലോ പ്രേക്ഷകരോട്. സിനിമ ആണല്ലോ ഇപ്പൊ രാവണപ്രഭു തിയേറ്ററിൽ വന്ന് കണ്ടായിരുന്നു? ഇല്ല, തിയേറ്ററിൽ കണ്ടില്ല. ഇപ്പോൾ ഒരു സിനിമ ചേച്ചി എപ്പോഴും ടി വിയിലോ അല്ലെങ്കിൽ ഫോണിലോ കാണുന്നുണ്ട്. ആ തിയേറ്ററിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സിനിമ ഉണ്ടെങ്കിൽ അത് ഏതായിരിക്കും? ഞാനാണ് രാജമാണിക്യം പറയും. നല്ല സിനിമയല്ല, കാരണം നമുക്കൊരു ഇഷ്ടമായോട്ട് പറയും. ഇത് അടിപൊളിയല്ലേ, പാട്ടൊക്കെ തിയേറ്ററിൽ കാണണമെന്നൊരു ആഗ്രഹമുള്ള സിനിമയാണ് അത്, സ്ക്രീനിൽ കാണണം. ഫ്രണ്ട്സ് സിനിമ വരുന്നു, പിന്നെ സമരം ബദ്ലഹ്. മോഹൻലാലില്ലേ, അത് ഭയങ്കര ഒരു ഇതല്ലേ, ലാസ്റ്റ് ആ ഒരു സീൻ ഭയങ്കര ഇതല്ലേ, ലാസ്റ്റ് സീൻ മഞ്ജു വാര്യരും സുരേഷ് ഗോപിയും കൂടി ചെന്ന് കഴിയുമ്പോൾ ലാലേട്ടൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ആ ഒരു സീനാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സീൻ. നിങ്ങൾക്ക് ക്ലാസ് കിട്ടി തോന്നുന്നു കുറച്ച് ചെറുതായിട്ട്. എവിടെ കോളേജ് എവിടെ വരുന്നു? മഹാരാജസിലല്ലേ? ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസാ? ആ, ഓക്കെ. ഈ പഞ്ചാബി ഹൗസ്. കാരണം ഇപ്പം ഇറങ്ങുന്ന സിനിമക്ക് അത്ര ഹ്യൂമർ ഇല്ല, പണ്ടത്തെ ഒരു അതില്ല. അപ്പം അത് അങ്ങനത്തെ ഒരു സാധനം ഇപ്പോൾ കാണാൻ പറ്റുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. അടിപൊളി പഞ്ചാബി ഹൗസ് അല്ലേ? ഹ്യൂമർ ആണോ ഇഷ്ടം? ഇഷ്ടപ്പെട്ട ജോണർ അതാണോ? നമുക്കോ CID മ്യൂസിയം. ദിലീപ് ഫാനായോണ്ടാണ്. പിന്നെ കോമഡി സിനിമയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അത്രയും കോമഡി ഒന്നും ഇപ്പം വരാറില്ല. ഇവൻ പറഞ്ഞ പോലെ CID മ്യൂസിയം വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? CID മ്യൂസിയം. അതെ, CID മ്യൂസിയം ഇഷ്ടപ്പെട്ട ഒരു സീന് പറയുകയാണെങ്കിൽ ഏതായിരിക്കും അത്? ലാസ്റ്റ് ക്ലൈമാക്സിൽ മറ്റേ ഇതില്ലേ പ്ലേറ്റ് എറിയണ സീൻ, അതാണ് ഏറ്റവും ഇഷ്ടം. അതാണ് തിയേറ്ററിൽ കാണാൻ ആഗ്രഹിക്കുന്നത്. എനിക്കും അത് കാണണം. ഇതിപ്പോൾ ലാലേട്ടൻ്റെ പഴയ വിയറ്റ്നാം കോളനി കുഴപ്പമില്ലാത്തൊരു പടമാണ്. അതെന്താ വിയറ്റ്നാം കോളനി? അന്നത്തെ കാലഘട്ടത്തിൽ നമുക്കത് ഒരു നല്ലൊരു പ്രത്യേകതരം ഒരു റാവുത്തർ എന്ന് പറയുന്നൊരു കഥാപാത്രം ഒരു പ്രത്യേക ഒരു ഇതായിരുന്നു. പിന്നെ അന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പടമായിരുന്നു അത്. അത്യാവശ്യം തമാശകളും ഉണ്ട്, എന്നാൽ സീരിയസ് ആയിട്ടുള്ളതുകൊണ്ട്. ജയൻ്റെ ഒക്കെ സിനിമ, പഴയ സിനിമകൾ, പഴയ സിനിമ, ഓക്കെ. മതിലുകളോ, ഇവൻ നിനക്ക് ഇഷ്ടമല്ല. ഇവിടെ ചിരിയെന്നുള്ള സിനിമ ഇഷ്ടമല്ല? ഒരു ത്രില്ലുള്ളതൊക്കെ. ത്രില്ലാണ് ഇഷ്ടം. അഞ്ചാം പാതിര ടിവിയിൽ എപ്പോഴും കാണുന്ന അല്ലെങ്കിൽ ഫോണിൽ എപ്പോഴും ഒരു സിനിമ കാണാൻ പറഞ്ഞാൽ ഏത് സിനിമ ആയിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നത്? പെട്ടെന്ന് ആ മൈൻഡ് മാറ്റണമെങ്കിൽ ഒരു സിനിമ കാണണം, അപ്പോൾ ഏത് സിനിമ ആയിരിക്കും നീ എടുത്ത് കാണുന്നത്? അഞ്ചാം പാതിര ഇരുന്നായിരുന്നു. അഞ്ചാം പാതിര. അഞ്ചാം പേരാണ് ഇഷ്ടം. ഫുഡൊക്കെ കഴിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കും. ചെമ്മീൻ അങ്ങനെയുള്ള മറ്റേ സിനിമ കാണാം. ഓക്കെ. പോക്കിരി രാജ കാണാൻ തിയേറ്ററിൽ കാണാൻ വേണ്ടി. കുഴപ്പമില്ല. അത് നരസിംഹം. കാരണം ഞങ്ങളുടെ വീട്ടിൽ അടുത്താണ് ഷൂട്ട് ചെയ്തത്, ഷൊർണൂരൊക്കെ. ചിത്രമായിരിക്കും. ചിത്രം എന്താ കാരണം? ഓ, നല്ല ഇഷ്ടമാണ്, പാട്ടുകളൊക്കെ എല്ലാം ഇഷ്ടം. എനിക്ക് റൺവേ വരണമെന്ന് ഭയങ്കര ആഗ്രഹം. റൺ ഭയങ്കര ഇഷ്ടമാണ് സിനിമ. ഒരു ഇപ്പോഴും ഒന്ന് റീ ആയിട്ടുള്ള ഇറക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് കാണാൻ ഒരു ആഗ്രഹമുണ്ട്. മൈ ബോസ്. അത് വീണ്ടും തിയേറ്ററിൽ കാണാൻ ആഗ്രഹമുണ്ട്. സൺലൈറ്റ് കാണാൻ വേണ്ടി കൊണ്ടുപോകില്ലേ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഇടിക്കേസും കോമഡിയും ഒക്കെ പക്കയാണ്. കാരണം പാട്ട്, പിന്നെ അതിൻ്റെ അതിലെ ഫൈറ്റ് സീൻസ്, പിന്നെ ലാലേട്ടൻ്റെ പടമായതുകൊണ്ട് എല്ലാം കൊണ്ടും അതാണ് എനിക്ക് കുറച്ച് ഫേവറേറ്റാണ് തോന്നിയ പടം. സീനായിട്ട് വരുമ്പോൾ മറ്റേ വെള്ളത്തിൽ ചടിയിട്ട് മരം പിടിച്ച് വരുന്ന ആ സീന് അത് ഭയങ്കര ഇഷ്ടമാണ്. താളവട്ടം അത് പ്രിയദർശൻ മോഹൻലാൽ കോമ്പോയിൽ വന്നൊരു നല്ലൊരു പടമായതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. KGF 2 വീണ്ടും കാണണം. ഓഫ് കോഴ്സ്. പഴയ ഒരു സിനിമ പറയുകയാണെങ്കിൽ ഏതാ? കല്യാണരാമൻ. എന്താ കാര്യം? ഭയങ്കര ഇഷ്ടമാണ്. തമാശ ഇഷ്ടമാണെന്നുള്ളത്? തമാശയുണ്ട്, ഭയങ്കര സെന്റിമെന്റ് ആണ്, അതെ, ഫീലിങ്സ് ഉണ്ട്. സീതാരാം. ഓക്കെ, മനസ്സിലായി. അതില് ലാസ്റ്റ് തോന ഇതാക്കുന്ന സീനില്ലേ, അതൊന്നും കൂടെ തിയേറ്ററിൽ നിന്ന് കാണുന്നതാണ് ഭയങ്കര ആഗ്രഹമുണ്ട്. ഒരു നല്ല സിനിമ തിയേറ്ററിൽ കണ്ടു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലേ. ഇപ്പോൾ പ്രേക്ഷകർ പറഞ്ഞ പോലെ തന്നെ മൈബോസും ചെമ്മീനും മതിലുകളും താളവട്ടവും ചിത്രവും എത്ര സിനിമകളാണ് മലയാള സിനിമയ്ക്ക് അവകാശപ്പെടാനുള്ളത്. എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ പ്രേക്ഷകർ ഇപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമ ആഗ്രഹിക്കുന്നുണ്ട്. അത്തരത്തിൽ തിയേറ്ററിൽ കാണാനായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സിനിമ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട.